KPCC നേതൃയോഗത്തിൽ അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വിമർശനം. സഹോദരി ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതിനാണ് വിമർശനം. ബന്ധു നിയമനമെന്ന ആക്ഷേപത്തിന് അവസരമൊരുക്കിയെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. അതേസമയം ബന്ധു നിയമനത്തെ മന്ത്രി സണ്ണി ജോസഫ് വീണ്ടും ന്യായീകരിച്ചു. ബന്ധു എന്ന നിലയിലല്ല നിയമനം. തെരഞ്ഞെടുപ്പിൽ ചീഫ് ഏജന്റായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ബെന്നി തോമസിനെയാണ് നിയമിച്ചത്. EP ജയരാജന്റെയും KT ജലീലിന്റെയും ബന്ധു നിയമനം കോർപ്പറേഷൻ ബോർഡ് ഉന്നത സ്ഥാനങ്ങളിലായിരുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഏതായാലും ഇന്നത്തെ മീറ്റിംഗിൽ ചില ചാനലിൽ കണ്ടു എന്നെ നിശിതമായിട്ട് വിമർശിച്ചു. അത് പറയേണ്ടത് വിഷ്ണു ഷാഫിയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പത്രക്കാരെ കണ്ടേക്കാന്ന് പറഞ്ഞത്. കാരണം അങ്ങനത്തെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ ഇങ്ങനെ അനാവശ്യമായി പ്രചരിപ്പിക്കേണ്ട ഇതിലൊന്നും പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഈ മീറ്റിംഗിൽ പങ്കെടുത്തവരാണ്. KPCC പ്രസിഡന്റിനെതിരെ അവിടെ ആരുടെയും ഭാഗത്തുനിന്ന് ഒരു വിമർശനം ഉണ്ടായിട്ടില്ല. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, എന്താണ് KPCC യോഗത്തിൽ സംഭവിച്ചത്? KPCCയുടെ വിശാല നേതൃയോഗത്തിന് പിന്നാലെയാണ് KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ് തൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന വാർത്തകൾക്കും വിമർശനങ്ങൾക്കും എതിരെ പ്രതിരോധം തീർത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. പരീക്ഷയും അഭിമുഖവും നടത്തിയല്ല പേഴ്സണൽ സ്റ്റാഫിലേക്ക് ആളെ നിയോഗിക്കുന്നത്. അത് വ്യക്തിപരമായി തൻ്റെ സൗകര്യവും അതോടൊപ്പം മന്ത്രി എന്ന നിലയിൽ തനിക്ക് നേരിട്ട് നടത്താൻ അവകാശമുള്ള ഒരു നിയമനവുമാണ്. അങ്ങനെയൊരു നിയമനമാണ് നടത്തിയിരിക്കുന്നത്. തനിക്ക് വേണമെങ്കിൽ തൻ്റെ അനുജനെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാമായിരുന്നു. പക്ഷേ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകനാണ് ബെന്നി തോമസ്. അത് മാത്രമാണ് പരിഗണനാ വിഷയമായത്. മാത്രമല്ല, തൻ്റെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കൂടുതൽ വിശ്വസ്തയോടെ അത് കൈകാര്യം ചെയ്യാൻ സജീവമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നൊരു ബോധ്യം കൂടി ആ തീരുമാനത്തിന് പിന്നിലുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവ് പോലും സഭയിൽ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടില്ല. മാധ്യമങ്ങളാണ് ഈ വിഷയത്തിൽ കടന്നാക്രമിക്കാൻ ശ്രമിച്ചത് എന്നുകൂടി സണ്ണി ജോസഫ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. KPCC നേതൃയോഗത്തിൽ അദ്ദേഹം രാജ്യസന്നദ്ധ ദേശീയ നേതൃത്വത്തെ അറിയിച്ച കാര്യം വ്യക്തമാക്കിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇനി ഹൈക്കമാൻഡാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പകരക്കാരനായി ആരെത്തുമെന്ന അഭ്യൂഹങ്ങൾ ഒരു വശത്ത് സജീവമാകുന്നതിനിടയിലാണ് സണ്ണി ജോസഫ് വീണ്ടും രാജ്യസന്നദ്ധ ദേശീയ നേതൃത്വത്തെയും താൻ രാജിവെച്ചൊഴിയാൻ തയ്യാറാണെന്ന കാര്യം നേതൃയോഗത്തെയും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാർ അധികാരമേറ്റ് ഒരു മാസം പിന്നിടുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇനിയും പാർട്ടിയെ നയിക്കേണ്ടത് ആരെ എന്ന ചോദ്യം വൈകിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അവിടെ അടിയന്തരമായി തന്നെ KPCCയുടെയും ഒപ്പം മറ്റ് 2 വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും ഭാരവാഹികളായ MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ട DCC അധ്യക്ഷന്മാരുടെയും ഒക്കെ കാര്യത്തിൽ വൈകാതെ തന്നെ ഒരു തീരുമാനമുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട അവസാനവട്ട ചർച്ചകൾ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തന്നെ നടത്തുമെന്നാണ് സൂചന. ശരി. കൊട്ടിയൂർ ക്ഷേത്രത്തിനെതിരെ ആസൂത്രിത ഗൂഢാലോചന നടക്കുന്നതായി ആരോപണം. ബാവലിക്കെട്ട് എന്ന പേരിൽ ഇല്ലാത്ത ആചാരമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നതായാണ് പരാതി. ആചാരങ്ങളിൽ അവകാശമുന്നയിച്ച് മുസ്ലിം കുടുംബം ബാവലി പുഴയിലിറങ്ങി കല്ലിട്ടു. കർണാടക സർക്കാരിൽ ക്യാബിനറ്റ് പദവിയുള്ള ഷാഹിദ് തെക്കലിന്റെ നേതൃത്വത്തിൽ മുസ്ലിം കുടുംബത്തിന് പാരമ്പര്യ അവകാശമുണ്ടെന്ന് വരുത്തി തീർക്കാൻ നീക്കം നടക്കുന്നതായും ആരോപണമുണ്ട്. സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ദേവസ്വം ബോർഡ്. വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപാണ് കർണാടകയിൽ ക്യാബിനറ്റ് പദവിയുള്ള ഷാഹിദ് തെക്കിൽ കർണാടക പോലീസ് അകമ്പടിയോടെ ഏതാനും ആളുകളോടൊപ്പം കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയത്. തൊട്ടു പിന്നാലെ ദേവസ്വം അധികൃതർ അറിയാതെ ബാവലി പുഴയിൽ കല്ലുകൾ വെക്കുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തു. ബാവലിക്കെട്ട് എന്ന പേരിൽ ചടങ്ങുണ്ടെന്നും അതിന്റെ പാരമ്പര്യ അവകാശികളായ മുസ്ലിം കുടുംബമാണെന്നും പറഞ്ഞായിരുന്നു പ്രചരണം. കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്ക് മുസ്ലിം കുടുംബത്തിന് അവകാശമില്ലെന്നിരിക്കെയാണ് ഈ നീക്കം. വ്യാജ പ്രചരണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ദേവസ്വം അധികൃതരും രംഗത്തെത്തി. ആചാര ലംഘനങ്ങളെയും കടന്നുകയറ്റത്തെയും ശക്തമായി എതിർക്കുമെന്ന് കൊട്ടിയൂർ ദേവസ്വം അധികൃതർ വ്യക്തമാക്കി. ചിലർ ബോധപൂർവമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായും ദേവസ്വം കുറ്റപ്പെടുത്തി. അടിസ്ഥാനരഹിതമായ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കൊട്ടിയൂർ ദേവസ്വം വ്യക്തമാക്കി. ശബരിമലയിലെ വാവര് പള്ളിയുള്ളതുപോലെ കൊട്ടിയൂർ അമ്പലത്തിൽ വാവലിക്കെട്ട് ചടങ്ങുണ്ട് എന്ന് ഉള്ള രീതിയിലുള്ള വ്യാഖ്യാനം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും ദേവസ്വത്തിന് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ഇത് ദേവസ്വത്തിൻ്റെ നിലപാടല്ല. ഇതിനു വേണ്ടി കമ്മ്യൂണലായിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തിയത് ഈ നാട്ടിലെ നല്ലവരായ മുസ്ലിങ്ങളുമല്ല, അത് കർണാടകത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്.
അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് അറിയിക്കുന്നത്. ക്ഷേത്രത്തിനെതിരെയുള്ള വ്യാജ പ്രചരണത്തിനെതിരെ ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. കൊട്ടിയൂർ പോലുള്ള ഒരു ക്ഷേത്രത്തിലെ പവിത്രമായ ദക്ഷയാഗ സ്മരണകൾ ഉറങ്ങുന്ന വൈശാഖ മഹോത്സവത്തെ അലങ്കോലപ്പെടുത്താനുള്ള, സമാധാന ഭംഗമുണ്ടാക്കാനുള്ള, സാമുദായിക മൈത്രി തകർക്കാനുള്ള ഗൂഢോദ്ദേശം ഇതിന് പിറകിലുണ്ട് എന്ന് സംശയിക്കുകയാണ്. കഴിഞ്ഞ തീർത്ഥാടന കാലം മുതലാണ് കർണാടകയിൽ നിന്നുള്ള ഭക്തർ ധാരാളമായി കൊട്ടിയൂരിലേക്ക് എത്തിത്തുടങ്ങിയത്. ഇത്തവണയും അതിന് വ്യത്യാസമില്ല. ഈ സമയത്താണ് കർണാടകയിൽ നിന്നുള്ള ഷാഹിദ് പാരമ്പര്യ അവകാശമുണ്ടെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്. ഇതിന് ഗൂഢനീക്കമുണ്ടെന്ന ആരോപണമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.